മിക്ക ആളുകൾക്കും ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രധാന അസുഖമാണ് എന്ത്? ബാക്ക് പെയിൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ബാക്ക് പെയിൻ വേദന ഇങ്ങനെ ഇറങ്ങി വരിക എന്ന് പറയും. അതായത് നമ്മൾ വേദന തുടക്കം എവിടെയായിരിക്കും? നമ്മുടെ ഈ L4 L5 അല്ലെങ്കിൽ നട്ടെല്ലിൻ്റെ അവസാനത്തെ ഭാഗത്തായിരിക്കും ഉണ്ടാകും. പക്ഷെ ആ വേദന എന്ത് ചെയ്യും? ഒരു എക്സ്റ്റെൻഡ് അല്ലെങ്കിൽ ഒരു കൂടുതലായിട്ട് ആ പെയിൻ എന്ത് ചെയ്യും? കാലിലോട്ട് ഇറങ്ങുന്ന ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാകും. അത് ചില ആളുകൾക്ക് എന്ത് സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലിൻ്റെ ഹീല് അല്ലെങ്കിൽ ഏറ്റവും അവസാനം താഴ്ഭാഗത്ത് വരികയെന്നുണ്ടാകും ആ ഒരു വേദന. കുനിയുന്ന സമയത്ത് എന്ത് ചെയ്യും? വേദന വരിക, അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് അങ്ങനെ വേദന വരിക. തുടക്കം നമ്മുടെ ഒരു L4 L5 അല്ലെങ്കിൽ നട്ടലിൻ്റെ അവസാന ഭാഗത്തും അത് കംപ്ലീറ്റ് നമ്മുടെ കാലിലോട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്ന ഒരു പ്രവണത ഉണ്ടാകുക. ഇനി ചില ആളുകൾക്ക് കംപ്ലീറ്റ് ഉണ്ടായിരിക്കില്ല, നമ്മുടെ മുട്ടിൻ്റെ ആ ഒരു ഭാഗം വരെ ഉണ്ടാകുന്ന ചില ആളുകളുണ്ട്. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് എന്തുണ്ടാവും? വേദന ആയിട്ടുണ്ടാവും, ഒരു തടിപ്പ് അല്ലെങ്കിൽ ഒരു പിടുത്തം പോലെ ഒരു അബ്നോർമൽ സെൻസേഷൻ നമ്മുടെ ഒരു ആൻറ്റീരിയർ തൈൽ, നമ്മുടെ കാൽമുട്ടിൻ്റെ മുൻഭാഗത്ത് ബാക്ക് സൈഡിലൂടെയാണ് മറ്റു വേദനയ്ക്ക് വരിക. ചില ആളുകൾക്ക് എന്ത് സംഭവിക്കും? ഈ ഒരു ചെറിയ ഒരു ഏരിയയിൽ മാത്രം ഒരു തരിപ്പ് പോലെ അല്ലെങ്കിൽ ഒരു വേദന അനുഭവപ്പെടുക, ഒരു ചുട്ടു പൊള്ളുന്ന ഒരവസ്ഥ പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല കടച്ചിൽ, നല്ല കടയുന്ന വേദന പോലെ എന്ത് ചെയ്യും? നമ്മുടെ ഒരു ആൻറ്റീരിയർ സൈഡിൽ, നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത്, കാൽമുട്ടിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ട് വേദന ചില ആളുകൾ അനുഭവപ്പെടും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റേഡിയേറ്റിംഗ് പെയിൻ എന്നാണ് ഇതിന് പറയുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പെയിൻ ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്നത്? അപ്പോൾ എന്തുകൊണ്ട് ഇതിങ്ങനെ വ്യത്യസ്ത തരത്തിൽ സംഭവിക്കുന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് നോക്കേണ്ടതാണ്. മിക്ക ആളുകളും മനസ്സിലാക്കിയൊരു സംഗതി, ഇത് വേദന എലിവേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്, കാലിലോട്ട് ഇറങ്ങുന്നുണ്ട്, അപ്പോൾ ഇത് ഡിസ്കിൻ്റെ പ്രശ്നമാണ് എന്ന് മാത്രം ധരിച്ച് വെച്ച മിക്ക ആളുകളുണ്ട്. അപ്പോൾ ഇതിന് പല കാരണങ്ങൾ കൊണ്ട് യഥാർത്ഥത്തിൽ എന്തുണ്ട് ഇത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു റേഡിയേറ്റിംഗ് പെയിൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്താണ് ഇതിനുള്ള പ്രധാന കാരണം, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വ്യത്യസ്തമായി മാറിയിരിക്കുന്നത്, വ്യത്യസ്ത സന്ദർഭങ്ങളിൽ എന്തുകൊണ്ടാണ് വ്യത്യസ്ത തരത്തിൽ ഇത് സംഭവിക്കുന്നത്, ഇതിനെക്കുറിച്ചിട്ടുള്ള ചെറിയൊരു വിവരമാണ് ഇന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ QNB ഹോസ്പിറ്റൽ, കൊടുവള്ളി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഡിയേറ്റിംഗ് പെയിനാണ്. കാലിലേക്ക് ഇറങ്ങുന്ന വേദന എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം, മനസ്സിലാകുന്ന ഭാഷയിൽ. അപ്പോൾ ഈ ഇറങ്ങുന്ന വേദന ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കാല് മുഴുവനായിട്ട് നമ്മുടെ ഹീല് വരെ, കാലിൻ്റെ ഒരു പാദം വരെ എന്ത് ചെയ്യും? ചില ആളുകൾക്ക് വേദന ഇറങ്ങും, ചില ആളുകൾ കാലിന് മുട്ട് വരെ ഉണ്ടാകുള്ളൂ, ബാക്ക് സൈഡിലൂടെ ഒരു വലിവ് പോലെ മുട്ട് വരെ ഉണ്ടാകുകയുള്ളൂ. ചില ആളുകൾക്ക് എന്ത് ചെയ്യും? നമ്മുടെ കാലിൻ്റെ ഫ്രണ്ട് ഭാഗത്ത്, നമ്മുടെ മുട്ടുകാലിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് മാത്രം മുട്ട് വരെ വേദന ഉണ്ടാകുന്നവരുണ്ട്. ചില ആളുകൾക്ക് വേദന ആയിട്ടുണ്ടാകില്ല, ഒരു തരിപ്പ് പോലെ, ഒരു ചുട്ട് പൊള്ളുന്ന പോലെ, മുട്ടിന് ചെറിയൊരു അല്ലെങ്കിൽ കാലിനൊരു നമ്മുടെ തൈ മസിൽസിൻ്റെ ചെറിയ ഒരു പോർഷൻ മാത്രം, ചെറിയൊരു ഭാഗം മാത്രം ഈ തരിപ്പ് പോലെ അല്ലെങ്കിൽ ചുട്ട് പൊള്ളുന്ന പോലെ, ഒരു കടച്ചിൽ പോലെയൊക്കെ അനുഭവപ്പെടാറുണ്ട്. ഇനി അതും അല്ലാത്തവരെന്ത് ചെയ്യും? റേഡിയേറ്റിംഗ് കൂടുതലായിട്ടുണ്ടാകില്ല, നമ്മുടെ തൈ മസിൽസിൻ്റെ, നമ്മുടെ ഈ ഒരു ബട്ടക്സ് മസിൽസിൻ്റെ ഒരു ഇരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു മസിൽസും, പിന്നെ അതുപോലെ ഈ ഒരു ബാക്കിൻ്റെ ഒരു നട്ടലിൻ്റെ അവസാന ഭാഗത്തൊക്കെ ആയിട്ട് എന്ത് ചെയ്യും? നല്ല വേദന അനുഭവപ്പെടുന്ന ചില കണ്ടീഷനും ഉണ്ടാകാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റേഡിയേറ്റിംഗ് പെയിൻ അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ പെയിൻ കൂടുതലായിട്ട് മറ്റു ഭാഗങ്ങളിൽ വ്യാപിക്കാനുള്ളൊരു പ്രധാന കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേത് നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. ചില ആളുകൾക്ക് ഡിസ്കിന് ബൾജൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് സ്റ്റീനോസിസ് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ ഡിസ്കുകളൊക്കെ ചെറിയ ചെറിയ എല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചൊരു ഡിസ്ക് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ അങ്ങനെയാണ് നട്ടിൽ ഒരു മാല പോലെ ഒരു സ്ട്രെങ്ത് ആയിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലെല്ലാം ഒരു പൾപ്പ് പോലെ, ഒരു ജെല്ലി നാച്ചുറായിട്ടുള്ള ഒരു ഡിസ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, നമ്മുടെ വളയുന്ന സമയത്ത് നമുക്ക് വളയാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാത്തിനും ഹെൽപ്പാണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു പൾപ്പായിട്ടുള്ള ജെല്ലി ലൈക്ക് നാച്ചുറായിട്ടുള്ള ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് ചില സമയങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും വേറെ എന്തെങ്കിലും ട്രോമ, എന്തെങ്കിലും അപകടമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ബൾജ് ചെയ്തിട്ട് അതിൻ്റെ നിയറസ്റ്റ് ആയിട്ട് പോകുന്ന, അവിടെ നിന്ന് പുറപ്പെടുന്ന ഞരമ്പിൽ പോയിട്ട് അല്ലെങ്കിൽ നാഡിയിൽ പോയിട്ട് എന്ത് ചെയ്യും? ചെറിയ രൂപത്തിൽ പ്രഷർ കൊടുക്കും, ചെറിയ രൂപത്തിൽ ഒരു തള്ളൽ, ഒരു ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ ഒരു നീരിറക്കം പോലെ ഒരു ബൾജിങ് ആയിട്ട് എന്ത് ചെയ്യും? അവിടെ സംഭവിക്കും. അപ്പോൾ അത് കാരണമായിട്ട് മിക്ക ആളുകൾക്കും എന്ത് സംഭവിക്കും? വേദന കാലിലോട്ട് ഇറങ്ങാറുണ്ട്. അതിന് ഷിയാറ്റിക് പെയിൻ എന്നാണ് പലപ്പോഴും നമ്മളൊരു പറയുന്നൊരു ടേം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഷിയാറ്റിക് പെയിൻ്റെ കണ്ടീഷനിൽ എന്ത് സംഭവിക്കും? ഡിസ്കിന് കംപ്ലൈൻറ്റ്സ് വന്നാൽ, ഡിസ്കിന് ബൾജ്
ബൾജ് വന്നാൽ എന്ത് ചെയ്യും, ഞരമ്പിന് ചെറിയ രൂപത്തിലൊരു ഡാമേജ് വരും, ഒരു ഇൻഫ്ലമേഷനൊക്കെ വന്ന് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല പെയിൻ ഉണ്ടായിരിക്കും. അത് നമ്മൾ കുനിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു നമ്മുടെ ബട്ടക്സിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് കംപ്ലീറ്റ് ആ ടോ വരെ എന്ത് ചെയ്യും, ടോ വരെയല്ല, നമ്മുടെ ഹീൽ വരെ എന്ത് ചെയ്യും, ആ ഒരു പെയിൻ എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ കുനിയുന്ന സമയത്ത് എന്ത് ചെയ്യും, ബാക്ക് സൈഡിലൂടെ ഒരു പിടുത്തം, ഒരു വലിച്ചിൽ നമുക്ക് അനുഭവപ്പെടും. നമ്മൾ ഇരുന്നോടത്തുനിന്ന് എണീക്കുന്ന സമയത്ത് പ്രയാസം ഉണ്ടായിരിക്കും, കൂടുതൽ വളഞ്ഞ് കുനിഞ്ഞു കഴിഞ്ഞാൽ പ്രയാസം ഉണ്ടായിരിക്കും, ഇങ്ങനെയുള്ള വെയിറ്റ് എടുക്കുന്ന സമയത്ത് നല്ല പ്രയാസം ഉണ്ടായിരിക്കും. ഈ ഒരു സമയങ്ങളിലൊക്കെ കൂടുതലായിട്ട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഒറിജിൻ, അതിൻ്റെ ഒരു തുടക്കം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, അത് ഈ പറഞ്ഞ പോലെ ഡിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ഷിയാറ്റിക് പെയിൻ, ചെറിയൊരു കംപ്രഷൻ വരുന്നൊരു പ്രശ്നമാണ്. അതിന് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന ചെറിയൊരു കാര്യമാണ് എന്ത്, നിവർന്നിട്ട് എന്ത് ചെയ്യുക, നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് കൈകാലൊക്കെ നിവർത്തിയിട്ട് കിടന്നിട്ട് കാൽമുട്ട് മടക്കാതെ എന്ത് ചെയ്യണം, മെല്ലെ കാല് പൊക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാലിങ്ങനെ എലിവേറ്റ് ചെയ്ത് മുട്ട് മടക്കാതെ പൊക്കി വരുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ ബാക്ക് പെയിനിൽ നിന്ന് കാല് വേദന അനുഭവപ്പെടാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും അത് മിക്കപ്പോഴും എന്തായിരിക്കും, ഈ പറഞ്ഞിട്ടുള്ള ഡിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ഷിയാറ്റിക് പെയിൻ്റെ പ്രശ്നമായിരിക്കും. അപ്പോൾ അതൊരു നെർവ് റിലേറ്റഡ് ആയിട്ട്, നാഡി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു വേദനയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും, ഡിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കാലിലേക്ക് ഇങ്ങനെ വേദന ഇറങ്ങി വരും എന്നുള്ളതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ. ഇനി ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ചെറിയ രൂപത്തിലൊക്കെയാണ് ഈ പറഞ്ഞ കംപ്രഷനൊക്കെ വരുന്നത്. ഞാൻ നേരത്തെ പറയുമ്പോൾ ഡിസ്കിന് കംപ്രഷൻ ആണല്ലോ ഈ പറഞ്ഞ വേദനയ്ക്ക് വരുന്നത്. അപ്പോൾ ചില കേസുകളിൽ ചെറിയ രൂപത്തിലൊക്കെ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഡിസ്ക് കംപ്രഷനൊക്കെ ഉള്ള വലിയ രൂപത്തിലൊക്കെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടായിരിക്കില്ല. ചില ഏരിയകളിൽ എന്ത് ചെയ്യും, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ തുടയുടെ ഒരു ചില ഭാഗങ്ങളിലായിട്ട് മാത്രം ഒരു തരിപ്പ് പോലെ അനുഭവപ്പെടുക, ഒരു കടച്ചിൽ വരിക, ഒരു വേദനയൊക്കെ അനുഭവപ്പെടുന്ന സാഹചര്യം ചില ആളുകൾക്ക് ഉണ്ടാകാറുണ്ട്. അതും എന്താണ്, നാഡി റിലേറ്റഡ് ആയിട്ടുള്ള, നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെൻസേഷനാണ്, ഒരു പെയിനാണ്, ഒരു റേഡിയേറ്റിംഗ് പെയിനായിട്ട് അനുഭവപ്പെടുന്നതാണ്. ഇനി മറ്റു ചിലരുണ്ട്, ഇങ്ങനെയുള്ള ഡിസ്കിന് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ല, വേദനയായിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ട് മറ്റ് MRI സ്കാനും കാര്യങ്ങളൊക്കെ നോക്കി, പക്ഷേ എല്ലാം നോർമലാണ്, അതിലൊന്നും ഒരു പറയത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എന്ത് സംഭവിക്കുന്നുണ്ട്, നല്ല വേദനയുണ്ട്. എസ്പെഷ്യലി രാവിലെയൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്ന സമയത്തൊക്കെ കൂടുതലായിട്ട് ഒരു വേദന അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ അതും തന്നെ എന്ത് ചെയ്യുന്നില്ല, കാല് കംപ്ലീറ്റ് റേഡിയേറ്റ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് കാലിലേക്ക് വേദന ഇറങ്ങുന്നില്ല. ഒന്നെങ്കിൽ നമ്മുടെ ഒരു തുടയുടെ ഒരു ഭാഗത്ത് മാത്രം എന്ത് ചെയ്യും, കുറഞ്ഞൊരു വേദന അനുഭവപ്പെടും, അതേസമയം നമ്മുടെ ബാക്ക് സൈഡിലും വേദന അനുഭവപ്പെടും. ഇത് മിക്ക ആളുകളുടെയും ഇങ്ങനെ കേസ് വരുമ്പോൾ, നമ്മൾ പലപ്പോഴും വേദന റിലേറ്റഡ് ആയിട്ട് പല ആളുകളും കേസ് വരുമ്പോൾ എന്നതാണ്. അപ്പോൾ അങ്ങനെ ചില ആളുകൾ കേസ് വരുമ്പോൾ അവരിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, ഇങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് UTI കണ്ടുവരുന്നുണ്ട്. എസ്പെഷ്യലി ഇത് കൂടുതൽ സ്ത്രീകളാണ് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് കമ്പാരിറ്റീവ്ലി കണ്ടുവരുന്നത്. അപ്പോൾ UTI, മൂത്രത്തിൽ ഇൻഫെക്ഷൻ കൂടിക്കഴിഞ്ഞാൽ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ കൂടിക്കഴിഞ്ഞാൽ മൂത്രം കൂടുതൽ ശ്രദ്ധിക്കില്ല, അല്ലെങ്കിൽ വെള്ളം കൂടി കൂടുതൽ ശ്രദ്ധിക്കില്ല. നമ്മൾ വീട്ടിൽ ജോലികളൊക്കെ എൻഗേജ്ഡ് ആയിട്ട് വീട്ടിൽ നിന്നും കുട്ടികളുടെയും ഭർത്താവിൻ്റെയും മറ്റു വീട്ടിൽ വൃത്തിയാക്കലും ഭക്ഷണം ഉണ്ടാക്കലും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, വെള്ളം കൂടിയിൽ ശ്രദ്ധിക്കില്ല, ഭക്ഷണത്തിലൊന്നും ശ്രദ്ധിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു അശ്രദ്ധ കാരണമായിട്ട് എന്ത് ചെയ്യും, UTI വരും. അപ്പോൾ ചെറിയ രൂപത്തിലൊരു എക്സ്റ്റേണൽ ചിലപ്പോൾ എല്ലാവർക്കും പനിയായിട്ട് അനുഭവപ്പെടുന്നുണ്ടായിരിക്കും. പക്ഷേ ഒരു നല്ല ക്ഷീണമുണ്ടായിരിക്കും, കൈകാലുകളിൽ വേദന വരും, പിന്നെ നല്ലൊരു ഫാനൊക്കെ ഇട്ടുണ്ടെങ്കിൽ നല്ലോണം കോച്ച് പിടിക്കുന്ന പോലെ ഒരു കുളിരൊക്കെ അനുഭവപ്പെടും, ഒരു ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരിക, ഛർദ്ദിക്കാൻ വരുന്ന പോലെയൊക്കെ അനുഭവപ്പെടുക, ചില സമയങ്ങളിൽ ഛർദ്ദിക്കുകയും ചെയ്യും, ചില സമയത്ത് തലയ്ക്ക് ചെറിയൊരു വേദന പോലെ അനുഭവപ്പെടുക. അപ്പോൾ ഇതെല്ലാം യൂറിൻ ഇൻഫെക്ഷൻ്റെ ചെറിയ അടയാളങ്ങളാണ് ശരീരം കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്ത്രീകൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ഒരു ഹോം റെമഡിയൊക്കെ ഉപയോഗിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുക്കാതെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യുകയും പിന്നെ ഇതുപോലെയുള്ള വെള്ളം കൂടി കുറയുകയൊക്കെ ചെയ്താൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ UTI പെട്ടെന്ന് തന്നെ സ്ത്രീകളിൽ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ UTI പരിഗണിക്കാതെ എന്ത് ചെയ്യും, കൂടുതലായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഈ പെയിൻ നന്നായിട്ട് കൂടും. എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ നന്നായിട്ട് വരാൻ ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ വലിയൊരു ശതമാനം, ഇത് ചെറുതൊന്നുമല്ല, വലിയൊരു ശതമാനം കേസുകളും UTI കാരണമായിട്ട്, മൂത്രത്തിൽ ഇൻഫെക്ഷൻ കാരണം സംഭവിച്ചിട്ട് അതിലൂടെ എന്ത് സംഭവിക്കാറുണ്ട്, ബാക്ക് പെയിൻ ഉണ്ടാകാറുണ്ട്. അതും ഇത് പറഞ്ഞ പോലെ ചെറിയ രൂപത്തിൽ എന്ത് ചെയ്യും, മസിൽസിലൂടെ ആ വേദന എക്സ്റ്റെൻഡ് ചെയ്യും. നമ്മുടെ മസിൽസിൻ്റെ കുറഞ്ഞ ഭാഗത്ത്
കംപ്ലീറ്റ് ഉണ്ടാകില്ല. നേരത്തെ പറഞ്ഞ പോലെ ഷിയാറ്റിക് പെയിൻ ആണെങ്കിൽ നെർവ് റിലേറ്റഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ എന്ത് സംഭവിക്കാറാണ്, നമ്മുടെ കാലിൻ്റെ പാദം വരേക്ക് അത് റേഡിയേറ്റ് ചെയ്യും, വേദന അതുവരേക്ക് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ UTI റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാറുണ്ട്, അത് ഫുൾ ടൈം ഓൾമോസ്റ്റ് ഫുൾ സമയത്ത് എന്ത് സംഭവിക്കാറുണ്ട്, ഈ വേദന ഉണ്ടാകുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഷിയാറ്റിക് പെയിനിൽ കാണിച്ചതുപോലെ നമ്മൾ UTI ഉള്ള ഒരാൾ ഇപ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കും, എനിക്ക് ഷിയാറ്റിക്കിൻ്റെ പെയിനാണോ അല്ലെങ്കിൽ UTI റിലേറ്റഡ് ആയിട്ടാണോ എന്നുള്ളതൊക്കെ ഡൗട്ട്സ് ഉള്ളവരുണ്ടായിരിക്കും. അപ്പോൾ അവരുള്ളവർ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ല നിവർന്നിട്ട് കൈകാലുകൾ നിവർത്തി കിടന്നിട്ട് എന്ത് ചെയ്യണം, മുട്ട് മടക്കാതെ കാല് മെല്ലെ എക്സസൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ കംപ്ലീറ്റ് ഒരു പിടുത്തം കിട്ടുന്നില്ല, പക്ഷേ ചെറിയ രൂപത്തിലേക്കാണ് പെയിന് ഉള്ളൂ എങ്കിൽ അത് മിക്കപ്പോഴും എന്ത് ചെയ്യും, മസ്കുലാർ റിലേറ്റഡ് ആയിട്ട് മസ്കുലാർ റിലേറ്റഡ് ആയിട്ട് ഒരു റേഡിയേറ്റിംഗ് പെയിനാണ് പലപ്പോഴും കണ്ടുവരാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ പറഞ്ഞിട്ടുള്ള UTIൻ്റെ ഒരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ UTI റിലേറ്റഡ് ആയിട്ട് വരുന്ന പെയിന് എന്തൊരു എക്സ്റ്റൻഷൻ വരുന്നതാണ്. അത് നമുക്ക് മസിൽസിലാണ്, നമുക്ക് പലപ്പോഴും ബാക്ക് പെയിൻ ഉള്ളവർക്ക് നട്ടെല്ലിൻ്റെ ഒരു ഭാഗത്തായിരിക്കും കൂടുതൽ വേദന വരിക. പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, ഒരു സൈഡിലേറ്റ് എന്തുണ്ടാവും, ഈ ഒരു വേദന നന്നായിട്ട് അനുഭവപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ UTI റിലേറ്റഡ് ആയിട്ട് അത് UTI ഉള്ളവർക്കാണെങ്കിൽ വെള്ളം കൂടി കുറവായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ ഇങ്ങനെ തോന്നും, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്ന സമയത്ത് എരിച്ചിലും പുകച്ചിലൊക്കെ എന്ത് ചെയ്യും, അനുഭവപ്പെടുകയും ചെയ്യും. അപ്പോൾ അത് കാരണമായിട്ട് എന്ത് സംഭവിക്കാം, അതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ എന്ത് സംഭവിക്കും, ഈ പറഞ്ഞതുപോലെ ഒരു റേഡിയേറ്റിംഗ് പെയിൻ സ്ലൈറ്റ്ലി ആയിട്ട് എന്ത് സംഭവിക്കാറുണ്ട്, പല ആളുകൾക്ക് എസ്പെഷ്യലി സ്ത്രീകൾക്ക് കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ UTI പോലെ തന്നെ കൂടുതൽ പരിഗണിക്കേണ്ട മറ്റൊരു സംഗതിയാണ് PCOD ഉള്ള ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മെൻസ്ട്രൽ റിലേറ്റഡ് ആയിട്ട് പെയിൻ ഉള്ള ആൾ കൂടുതലായിട്ട് പെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും ഈ പറഞ്ഞതുപോലെ ഒരു റേഡിയേറ്റിംഗ് പെയിൻ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അത് ഇതിൻ്റെ ഒരു കൂടെ ചേർത്ത് വെക്കേണ്ട ഒരു സംഗതി കൂടെയാണ്. ഇപ്പോൾ PCOD ഉള്ളവർക്കാണെങ്കിൽ എന്ത് ചെയ്യും, ബാക്ക് പെയിൻ്റെ കൂടെ ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ പെയിൻ ഉണ്ടായിരിക്കും, നന്നായിട്ട് ഫ്രണ്ട് തൈയിൽ അല്ലെങ്കിൽ ബാക്ക് സൈഡിലേക്കായിട്ട് ഒരു പെയിൻ റേഡിയേഷൻ ഉണ്ടായിരിക്കും. നമ്മുടെ ഈ ഒരു ഭാഗത്ത് മാത്രമായിരിക്കില്ല, ഇവിടെയും പെയിൻ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഭാഗത്തുള്ള കാലിലേക്ക് എന്ത് ചെയ്യും, കുറഞ്ഞ ഭാഗത്തേക്ക് അത് പെയിന് കുറച്ച് റേഡിയേഷൻ അല്ലെങ്കിൽ റേഡിയേറ്റിംഗ് പെയിൻ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ PCOD ഉള്ളവർക്ക് സ്വാഭാവികമായിട്ട് മസിൽ ക്രാമ്പ് നന്നായിട്ട് സംഭവിക്കും, രക്തത്തിൻ്റെ ഒരു ഇംബാലൻസ് നന്നായിട്ടുണ്ടായി, ചില ഹീമോഗ്ലോബിനൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി അവർക്ക് നന്നായിട്ട് പെയിൻ ഉണ്ടായിരിക്കും. കാരണം ആ ഒരു മെൻസസ് സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ സ്ത്രീകളുടെ ശരീരത്തിൽ എന്തുണ്ടാക്കും, ഹോർമോൺ വ്യതിയാനങ്ങൾ നന്നായിട്ടുണ്ടായിരിക്കും, ചിലത് കൂടും ചിലത് കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് പലപ്പോഴും ആ ഒരു PCOD റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ മെൻസസ് റിലേറ്റഡ് ആയിട്ട് പല ആളുകൾക്കും പെയിൻ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇങ്ങനെ പെയിൻ വരുന്നുണ്ട്, UTI പ്രശ്നമില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഡിസ്കൊക്കെ നോർമലാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഒരു സ്കാനൊക്കെ ചെയ്ത് നോക്കൽ നിർബന്ധമാണ്. അപ്പോഴാണ് നമ്മൾ ഇൻറ്റേർണൽ ഓർഗൻസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ, അവിടെ ഇംപ്രോപ്പർ ആണോ എന്നുള്ളത്. ഇപ്പോൾ എസ്പെഷ്യലി PCOD ഉള്ള പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, മെൻസസ് ചിലപ്പോൾ ശരിയായ രൂപത്തിൽ നടക്കുന്നുണ്ടായിരിക്കില്ല, ചിലപ്പോൾ നല്ല പെയിന് മാത്രമായിരിക്കും, ചില സമയം നല്ല ബ്ലീഡിങ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ളവർക്ക് കാണുന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി കൂടുതൽ എടുത്തു പറയേണ്ടത് മെൻസസ് ഒക്കെ നിൽക്കുന്ന ഒരു 40 വയസ്സായി ഒരു 40 ഏജ് എബോ ആയിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ കൂടുതലായിട്ടും കണ്ടുവരുന്ന സംഗതിയാണ് ഈ ലാസ്റ്റ് പറഞ്ഞിട്ടില്ല യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബാക്ക് പെയിൻ. അതേപോലെ തന്നെ അത് ടീനേജസിലും കണ്ടുവരുന്ന സംഗതി, അത് പ്രധാന കാരണം വാട്ടർ ഇൻടേക്ക് കുറഞ്ഞത് കാരണമായിട്ടുണ്ടാകുന്നതാണ്. രണ്ടാമത് പറഞ്ഞ PCOD റിലേറ്റഡ് ആയിട്ടും ഇപ്പോൾ 40 വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആയിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ കണ്ടുവരുന്ന ഒരു ബാക്ക് പെയിൻ ആണ്. അത് മിക്കപ്പോഴും PCOD റിലേറ്റഡ് ആയിട്ട് വരുന്ന പെയിനായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് മെൻസസ് ഒക്കെ മിസ്സിങ് വരുന്നുണ്ട്, അല്ലെങ്കിൽ മെൻസസ് ചില സമയത്ത് തീരെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ കൂടുതൽ ഫ്ലോ ഉണ്ട്, അല്ലെങ്കിൽ കൂടുതലായിട്ട് പെയിനാണ്, അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് ഒരു USG സ്കാനൊക്കെ എടുത്തിട്ട് അത് എന്താണ് എന്നുള്ളത് നിർബന്ധമായിട്ട് നമ്മളത് കൺഫേം ചെയ്യണം. ഇനി മറ്റു ചില പെയിനുകളുണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ട് പുരുഷന്മാർക്ക് സ്ത്രീകളിലൊക്കെ കണ്ടുവരുന്ന സംഗതിയാണ്. കോൺസ്റ്റിപ്പേഷൻ റിലേറ്റഡ് ആയിട്ട് പലപ്പോഴും ഈ ബാക്ക് പെയിൻ ഉണ്ടാകാറുണ്ട്. ഗ്യാസ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അത് ശരിയായ രൂപയിൽ നമ്മൾ ഫൈബർ ഡയറ്റ് എടുക്കുന്നില്ല, ശരിയായ രീതിയിൽ വെള്ളം കുടിക്കുന്നില്ല, ശരിയായ രീതിയിൽ എക്സസൈസ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, കൂടുതൽ ഹൈ റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ ഡയറ്റൊക്കെ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ദഹനം ഇംപ്രോപ്പറായിട്ട് പോകും. ശരിയായ രീതിയിൽ ദഹനം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഗ്യാസ് ഫോം ചെയ്യും. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗുഡ് ബാക്ടീരിയ
ബാക്ടീരിയ, ബാഡ് ബാക്ടീരിയ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഗുഡ് ബാക്ടീരിയ എന്ത് സംഭവിക്കും, അത് ശരിയായ രീതിയിൽ ഫെർമെൻറ്റേഷൻ സംഭവിക്കുന്നില്ല, ശരിയായ രീതിയിൽ ദഹനം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഗ്യാസസുകൾ കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യും, നല്ല വയറ് വേദന. അങ്ങനെയുള്ള വേദന പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശപ്പ് ഉണ്ടായിരിക്കില്ല, വയറ് വീർത്തതുപോലെ തോന്നുക, വയറിനൊരു വേദന വരിക, അതേപോലെ ബാക്ക് സൈഡിൽ എന്ത് ചെയ്യും, നന്നായിട്ട് വേദന വരിക എന്നുള്ളതാണ്. അതേപോലെ നമ്മൾ ചേർത്ത് പറയേണ്ടതാണ് കൂടുതൽ എക്സ്ട്രീമായിട്ട് അൾസർ പ്രശ്നമുള്ള ആളുകൾ, നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് വായിൽ മുറി വരിക, പുളിച്ച് തികട്ടുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞൊരു സ്ഥലത്തുള്ള ഒരു ബാക്ക് പെയിൻ ഉണ്ട്, അതല്ല, അതേസമയം നമ്മുടെ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് കുറച്ചുകൂടി അതിൻ്റെ മുകളിലായിട്ട് എന്ത് സംഭവിക്കും, ബാക്ക് സൈഡിലായിട്ട് തന്നെ വേദന സമയം നമ്മുടെ ടി ലെവലിൽ വരുന്ന അല്ലെങ്കിൽ തൊറാക്സിക് റിലേറ്റഡ് ആയിട്ട് വരുന്ന നമ്മുടെ നെഞ്ചിനോട് ചേർന്നിട്ട് ബാക്ക് സൈഡിലായിട്ട് എന്ത് ചെയ്യും, അൾസർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ബാക്ക് പെയിൻ മിക്ക ആളുകൾക്കും കണ്ടുവരാറുണ്ട്. അതേപോലെ തന്നെ പിത്തസഞ്ചിയിലൊക്കെ ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാലും ഈ പറയുന്ന ഒരു ഭാഗത്തായിട്ട് ബാക്ക് പെയിൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ബാക്ക് പെയിൻ എന്ന് പറയുന്നത് നമ്മൾ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ അത് കേവലം അതൊരു എന്തല്ല നാഡി റിലേറ്റഡ് ആയിട്ട് വരുന്നൊരു സംഗതിയല്ല. ഇനി ചില ആളുകൾ എന്ത് ചെയ്യും, നമ്മൾ വീട്ടിലൊക്കെ എന്തെങ്കിലും കൂടുതലായിട്ട് വിറക് കൊത്തും, കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന സംഗതിയാണ്, കൂടുതലായിട്ട് വിറക് കൊത്തുക, അല്ലെങ്കിൽ ഒന്ന് പറമ്പൊക്കെ ഒന്ന് കിളക്കാനൊന്ന് ഇറങ്ങി, അല്ലെങ്കിൽ എന്തോ ജസ്റ്റ് ഒന്ന് വെയിറ്റ് എന്തോന്ന് എടുത്തിറച്ച്, അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ഈ പിറ്റേ ദിവസം നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരിക്കും, കുനിയാൻ പറ്റുന്നില്ല, എണീക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പല പ്രയാസങ്ങളും പല ആളുകളും പറയാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ആ ഒരു പെയിൻ വരാൻ കാരണം, അത് മസ്കുലാർ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ മസിൽസ് കൂടുതലായിട്ട് എക്സസൈസ് ചെയ്താൽ, നമ്മൾ കൂടുതലായിട്ട് റണ്ണിങ് ചെയ്താൽ, കൂടുതലായിട്ട് എന്തെങ്കിലും എക്സ്ട്രാ ജോബ് നമ്മൾ എന്നത്തേക്കാളും കൂടുതൽ ചെയ്താൽ എന്ത് ചെയ്യും, മസിൽസ് കൂടുതലായി മൂവ് ചെയ്യും, കൂടുതലായി ആക്ഷനും റിയാക്ഷനൊക്കെ വരും. അപ്പോൾ അത് റിലേറ്റഡ് ഒരു മസ്കുലാർ റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻ വരും. അതും എന്ത് ചെയ്യും, ചില കേസുകളിൽ റേഡിയേഷൻ അല്ലെങ്കിൽ നമ്മുടെ അത് കംപ്ലീറ്റ് ഉണ്ടായിരിക്കില്ല, ഒന്നെങ്കിൽ നമ്മുടെ തൈൻ്റെ ഏതെങ്കിലും പാർട്ടിലേക്ക് മാത്രമായിരിക്കും അങ്ങനെയുള്ള പെയിൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഇനി കോമൺ ആയിട്ട് വരുന്ന മറ്റൊരു വേദനയാണ് മൂത്രത്തിൽ കല്ലുണ്ടാക്കുന്ന ഒരവസ്ഥ, അല്ലേ. ഈ മൂത്രത്തിൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ, യൂറിനറി സ്റ്റോൺ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നല്ല സിവിയർ പെയിൻ ആയിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു റേഡിയേഷൻ ഉണ്ടായിരിക്കും, അത് ചിലപ്പോൾ എന്ത് ചെയ്യും, ബാക്ക് സൈഡിലൂടെ റേഡിയേറ്റ് ചെയ്യും, അതേപോലെ ഫ്രണ്ട് സൈഡിലൂടെയും റേഡിയേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മസ്കുലാർ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു പെയിൻ തന്നെയാണ്. അതും നെർവ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഡിസ്ക് റിലേറ്റഡ് ആയിട്ട് വരുന്ന വേദനയില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോണൊക്കെ വരുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി മൂത്രം ഒഴിക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് വേദന വരും, ചിലപ്പോൾ അത് ബ്ലഡിൻ്റെ ഒരു അംശം ഉണ്ടായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക. പിന്നെ അതേപോലെ തന്നെ നല്ല രാവിലെ എഴുന്നേൽക്കുന്ന സമയത്താണ് സിവിയർ ആയിട്ടുള്ള നല്ല പെയിൻ ആയിട്ടുണ്ടാകുക. അപ്പോൾ മിക്കപ്പോഴും അത് സ്റ്റോണൊക്കെ ഉണ്ടെന്ന് ചെയ്യും, യൂറിനറി ട്രാക്റ്റിലൊക്കെ എന്ത് ചെയ്യും, യൂറിൻ പോകുന്ന കുടലിലൊക്കെ അടഞ്ഞു നിന്നിട്ട് എന്ത് ചെയ്യും, അത് കിഡ്നിക്ക് അത് നീരിറക്കം വരും, കിഡ്നി സ്വെല്ലിംഗ് ഒക്കെ വരും, അതിന് വീക്കൊക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്കത് കിഡ്നി സ്റ്റോണൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഈ പറഞ്ഞതുപോലെയുള്ള ബാക്ക് പെയിൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഇങ്ങനെ വേദന വരിക, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക, മൂത്രത്തിൻ്റെ കളറിലൊക്കെ ചേഞ്ചസ് വരിക, പിന്നെ മൂത്രം കുറഞ്ഞ എമൗണ്ട് പോവുക, പിന്നെ മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥ, ഇടയ്ക്ക് പനി പോലെ വരിക, ഗ്യാസ്ട്രിക് ഇഷ്യൂസുകൾ, ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് വരിക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം യൂറിനറി സ്റ്റോൺ ആണ്, മൂത്രത്തിൽ കല്ല് വരുന്നത് കണ്ട. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു സംഗതിയാണ് എന്ത്, റേഡിയേറ്റിംഗ് പെയിൻ, അല്ലെങ്കിൽ ആ വേദന കാലിലേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അപ്പോൾ ഇത് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എന്തല്ല, ഈ പറഞ്ഞതുപോലെ നെർവ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഡിസ്ക് റിലേറ്റഡ് ആയിട്ട് വരുന്ന മാത്രം വേദനകളല്ല. ഇനി ചില കേസുകൾ, വെരി റയർ ആയിട്ട് വരുന്ന കേസുകൾ എന്ത് ചെയ്യും, എന്തെങ്കിലും അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അപ്പൻഡിസ് എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗമുണ്ട് നമ്മുടെ ഒരു കുടലിനോട് ചേർന്നിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അതിലെന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ വന്ന് ഇൻഫ്ലമേഷനൊക്കെ വന്നാൽ എന്ത് സംഭവിക്കും, ബാക്ക് പെയിൻ മിക്ക ആളുകൾക്കും ഉണ്ടാകാറുണ്ട്. പക്ഷെ അത് പെട്ടെന്ന് ട്രീറ്റ് ചെയ്ത് മാറ്റുന്നതാണ്. പക്ഷെ ചുരുക്കി പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കും, ബാക്ക് പെയിൻ ഉണ്ടാകും, ആ വേദന കാലിലോട്ട് ഇറങ്ങാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാ വേദനയും ബാക്ക് പെയിനും അല്ലെങ്കിൽ വേദന കാലിലോട്ട് ഇറങ്ങുന്നു എന്നതുകൊണ്ട് എന്ത് കരുതരുത്, ഇത് ഡിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണ് എന്നുള്ള രീതിയിലേക്ക് മാത്രം അത് ഒതുക്കരുത്. ഇപ്പോൾ ചില ആളുകൾക്ക് ഡിസ്കിന് പ്രശ്നമുണ്ടെന്ന് മുമ്പ് അറിഞ്ഞിട്ടുണ്ടായിരിക്കും, പിന്നീട് മറ്റൊരിക്കലായിരിക്കും ബാക്ക് പെയിൻ വരിക, അല്ലെങ്കിൽ പറഞ്ഞ പോലെ റേഡിയേറ്റിംഗ് പെയിനൊക്കെ വരിക. അത് ഡിസ്കിൻ്റെ പ്രശ്നമാണെന്ന് നമ്മളാണ്ട് ഉറപ്പിക്കരുത്.
എന്തുകൊണ്ടാണ് അത് ബാക്ക് പെയിൻ വരുന്നത് അല്ലെങ്കിൽ റേഡിയേറ്റ് ചെയ്യുന്നത്, കിഡ്നിക്ക് പ്രശ്നമുണ്ടോ, മൂത്രം ഓക്കെയാണോ, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടോ, പിന്നെ അങ്ങനെ സ്റ്റോണിൻ്റെ പ്രശ്നമുണ്ടോ, ഏതാണ് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് കൺഫേം ചെയ്യണം. അതിനുശേഷം അതിന് യോജിച്ചമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അങ്ങനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ മറ്റു പ്രയാസങ്ങളില്ലാതെ തന്നെ അത് പൂർണ്ണമായിട്ട് നമുക്കത് മാറ്റാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേദനയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നാട് റിലേറ്റഡ് എങ്ങനെ അറിയും, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തുടക്കത്തിൽ ആ ഒരു എന്താ പറയുക കാലും കൈയൊക്കെ നിവർത്തി കിടന്നിട്ട് കാലും മുട്ട് മടക്കാതെ മെല്ലെ പൊക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ കാലിന് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം, ആ റേഡിയേഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നമ്മുടെ കാലിൻ്റെ ഒരു ഹീല് വരെ, കാലിൻ്റെ ഏറ്റവും താഴ്ഭാഗം വരെ ഒരു ഒരു പിടുത്തം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നെർവ് റിലേറ്റഡ് ആണ് കൂടുതൽ പ്രോബബിലിറ്റി ചാൻസസ് ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇത് എന്ത് കാരണത്താലാണ് എനിക്കിങ്ങനെ വേദന വരുന്നത്, എന്തുകൊണ്ടാണ് വേദന കാലിലോട്ട് ഇറങ്ങുന്നത് എന്നുള്ളത്, എന്ത് അസുഖം കാരണമാണ് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് കൺഫേം ആക്കണം. നിങ്ങൾക്ക് വേദനയുണ്ട്, അത് ഡിസ്ക്കാണ് എന്നത് സ്വയം ചെയ്യരുത്, നമ്മൾ ധരിച്ചിട്ട് അതിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കരുത്. അത് മറ്റു പല അസുഖങ്ങളിലേക്ക് അസുഖം കൂടുതൽ കൂട്ടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുള്ളൂ. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും വേദനകളൊക്കെ ഉണ്ട്, ഇങ്ങനെ കാലിലേക്ക് ഇറങ്ങുന്നുണ്ട്, ഇനി ഇതിലെന്തെങ്കിലും സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായിട്ടും അതിന് ഉചിതമായിട്ടുള്ള മറുപടിയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക് യു.